ഹലോ മീഡിയേഴ്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടിൻ ഫ്ലെയിം ജേണിയിൽ ഇന്നർ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഡിവൈൻ ഫെമിനൈൻസിൻ്റെ കണ്ണുകളിലും കൃഷ്ണമണിയുടെ നിറത്തിലൊക്കെ പ്രകടമായ മാറ്റങ്ങൾ പലർക്കും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് പറയുന്നത്. മെഡിക്കൽ സയൻസും സ്പിരിച്വാലിറ്റിയും ഒന്നിച്ച് ചേർത്ത് നോക്കിയാൽ ഇതിന് പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാവുന്ന വിധത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഹോർമോണുകളും ഓട്ടോണമിക് നെർവസ് സിസ്റ്റവും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് ഇത് മാറുന്നത് നോക്കാം. ദ സയൻറ്റിഫിക് ആംഗിൾ എന്നൊക്കെ പറയാം. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ വലിപ്പത്തെയും പ്യൂപ്പിൾ ഡിലേഷൻ എന്ന് പറയും, അതിൻ്റെ തിളക്കത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് ശരീരത്തിലെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആണ്. ഹൈ വൈബ്രേഷൻ സ്റ്റേറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ, അതായത് ഇന്നർ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ DFൻ്റെ ഉള്ളിലുള്ള ഫിയർ, ആങ്സൈറ്റി എന്നിവയൊക്കെ മാറിയിട്ട് മനസ്സ് വളരെയധികം കാം ആവുകയും ഉയർന്ന എനർജി ലെവലിലേക്ക്, സന്തോഷം, സ്നേഹം, പീസ്, അൺകണ്ടീഷണൽ ലവ് എന്നുള്ള സ്റ്റേറ്റിലേക്കൊക്കെ എത്തുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ശരീരത്തിൽ എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, ലവ് ഹോർമോണാണ് തുടങ്ങിയിട്ടുള്ള ഹാപ്പി ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും. മനസ്സ് ഇത്തരത്തിൽ വളരെയധികം സമാധാനത്തിലും സന്തോഷത്തിലൊക്കെ ആയിരിക്കുമ്പോൾ കണ്ണിൻ്റെ പാപ്പില്ലകൾ, അതായത് പ്യൂപ്പിൾസ് വികസിക്കുകയും കണ്ണുകളിലേക്ക് കൂടുതൽ വെളിച്ചം കടന്നു പോവുകയും ചെയ്യും. ഈ ഒരു പ്രക്രിയ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കവും ദൂരത്തു നിന്ന് നോക്കുന്നവർക്ക് കണ്ണിൻ്റെ നിറം മാറിയതായും, അതായത് ഇപ്പോൾ ഇരുണ്ട കറുപ്പ് നിറം മാറിയിട്ട് കുറച്ചുകൂടി ബ്രൗൺ അല്ലെങ്കിൽ ഹണി കളർ ആകുന്നത് പോലെയൊക്കെ തോന്നിപ്പിക്കും എന്നുള്ളതാണ്. ഇനി സ്പിരിച്വാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ തേർഡ് ഐ ആക്ടിവേഷനും എനർജി ഷിഫ്റ്റും വരുന്നത് കാരണം കണ്ണിൻ്റെ നിറം മാറാനുള്ള സാധ്യതയുണ്ട്. ആത്മീയമായ മാറ്റങ്ങൾ ആദ്യം പ്രതിഫലിക്കുന്നത് മുഖത്തും കണ്ണുകളിലുമാണ്. കണ്ണ് ആത്മാവിൻ്റെ കണ്ണാടിയാണെന്ന് നമ്മൾ അറിയാതെ തന്നെ പണ്ട് പറയാറുണ്ട് അല്ലേ. ഐസ് ആർ ദ വിൻഡോസ് ടു ദ സോൾ എന്ന് പറയാറുണ്ട്. അപ്പം അതിന് യഥാർത്ഥത്തിൽ ഇതുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ നടക്കുമ്പോൾ, അതായത് ഇന്നർ വർക്കും മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നെറ്റിയുടെ മധ്യത്തിലുള്ള ആ ഒരു ആജ്ഞാചക്ര ഉണരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് കണ്ണുകളിലേക്കുള്ള എനർജി ഫ്ലോ വർദ്ധിപ്പിക്കും. ഈ ഒരു ഉയർന്ന കോസ്മിക് എനർജി കണ്ണുകളിൽ എത്തുമ്പോൾ കണ്ണിൻ്റെ മാഗ്നറ്റിസം കൂടുകയും നിറത്തിൽ വ്യത്യാസം തോന്നുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയും കാർമിക് ബ്ലോക്കുകളും ഒക്കെ ക്ലൻസ് ചെയ്യുമ്പം DFൻ്റെ വൈബ്രേഷൻ 5D എനർജിയിലേക്ക് ഉയരും. 5th ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. അതായത് എല്ലാവരെയും ആത്മാക്കളായിട്ട്, സോളുകളായിട്ട് കാണാനും അതനുസരിച്ച് നമുക്ക് പെരുമാറാനും ഒക്കെയുള്ള ഒരു ഈ ഒരു 3D 4D കഴിഞ്ഞിട്ടുള്ള ഒരു റലമാണത്. അപ്പം അതിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ആ 5Dയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത വ്യക്തികളുടെ കണ്ണുകൾക്കാണ് പ്രത്യേക ഡെപ്തും തെളിച്ചമൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഒരു കാര്യം പറയാനുള്ളത് DNA ആക്ടിവേഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. നമ്മൾ വളരെ നല്ല രീതിയിൽ ഇന്നർ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ പോലും മാറ്റം വരാം. എപ്പിജെനറ്റിക്സ് എന്ന് പറയും. സ്പിരിച്വാലിറ്റിയിൽ ഇതിനെ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ അല്ലെങ്കിൽ DNA ആക്ടിവേഷൻ എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ വെളിച്ചം, ലൈറ്റ്, ഹൈ എനർജിയൊക്കെ സ്വീകരിക്കുമ്പോൾ പിഗ്മെന്റേഷനിലും ചെറിയ മാറ്റങ്ങൾ വരും. അപ്പം ഇത് താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ ഒക്കെ കണ്ണിൻ്റെ നിറത്തിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ DFൻ്റെ ഉള്ളിലുള്ള ഒരു ഫിയറിൻ്റെ ഡാർക്ക്നെസ് ഒക്കെ മാറിയിട്ട് സോളിൻ്റെ, ആത്മാവിൻ്റെ ലൈറ്റ് പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. ഈ ഒരു എനർജി ഷിഫ്റ്റ് കണ്ണുകളിലെ കോശങ്ങളെയും ഹോർമോണുകളെയൊക്കെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് കൃഷ്ണമണിയുടെ തിളക്കവും നിറമൊക്കെ മാറുന്നത്. ഇത് DF ശരിയായ പാതയിലാണ്, അലൈൻമെന്റിലാണ് സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ ഡിയേഴ്സ്, ഇന്നർ വർക്കിലൂടെ കടന്നു പോകുന്ന ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ കണ്ണുകളിൽ വരുന്നത് വെറും ഒരു നിറം മാറ്റം മാത്രമല്ല, മറിച്ച് ആ ഒരു നോട്ടത്തിൻ്റെ ആഴത്തിലുള്ള മാറ്റമാണ് എന്ന് പറയാം. മുൻപ് ഫിയർ, ആകെ നിരാശ, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, അതായത് ചേസിങ് എനർജി, ഇതൊക്കെ നിറഞ്ഞ കണ്ണുകളായിരുന്നു അവരുടേതെങ്കിൽ ഹീലിംഗിന് ശേഷം ആ കണ്ണുകളിൽ വല്ലാത്തൊരു ശാന്തതയും ആത്മവിശ്വാസമൊക്കെ പ്രതിഫലിക്കും. നമ്മുടെ ഉള്ളിലെ ഡിവിനിറ്റിയെ, ഡിവൈൻ സെൽഫിനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു കാന്തിക ശക്തി, മാഗ്നറ്റിസം ഒക്കെ അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡിവിനിറ്റി കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഈ ഒരു മാറ്റം കണ്ണുകളിലെ ഐറിസിലെ പ്രകാശ പ്രതിഫലനത്തെയും സ്വാധീനിക്കുന്നു. അവ കൂടുതൽ തിളക്കമുള്ളതും
നല്ല ലൈറ്റ് ഫില്ലിംഗ് ഓഫ് ലൈറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ മാറുകയും ചെയ്യും. ഇനി ഇവിടെ നടക്കുന്ന കോസ്മിക് കണക്ഷന്റെയും സോൾ മിററിങ്ങിന്റെയും കാര്യം നോക്കുകയാണെങ്കിലും ട്വിൻ ഫ്ലെയിം ജേണിയിൽ 2 ശരീരങ്ങളായിട്ടിരിക്കുന്ന ഒരേ ഒരു എനർജി ഫീൽഡാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ DF ഉള്ളിലേക്ക് തിരിഞ്ഞ് തൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള മുറിവുകളെയൊക്കെ സുഖപ്പെടുത്തുമ്പോൾ ആ ഒരു എനർജി ഷിഫ്റ്റ് ഉടൻ തന്നെ അവരുടെ ട്വിൻ ഫ്ലെയിമിലേക്കും ഡിവൈൻ മാസ്കുലിലേക്കും ടെലിപ്പതിക്കായിട്ട് എത്താറുണ്ട്. ഈ കണ്ണുകളുടെ നിറം മാറ്റം അല്ലെങ്കിൽ ലൈറ്റ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇന്നർ യൂണിയൻ അല്ലെങ്കിൽ ഉള്ളിലുള്ള DF എനർജീസ്, ഈ യാങ് എനർജീസ് സമനിലയിലായി എന്നതിൻ്റെ ബാഹ്യമായിട്ടുള്ള അടയാളമാണ്. ഈ ഒരു അവസ്ഥയിൽ കണ്ണുകളിലേക്ക് നോക്കുന്ന ഏതൊരാൾക്കും വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയാത്ത ഒരു ആത്മീയ അനുഭൂതി അല്ലെങ്കിൽ ഒരു ഹോം കമ്മിങ് ഫീലിംഗ് അനുഭവിക്കാൻ സാധിക്കും. ചുരുക്കത്തില് നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്ന ഈ മാറ്റം പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്രീൻ സിഗ്നലാണ്. നിങ്ങൾ ശരിയായിട്ടുള്ള ഒരു റൂട്ടിലാണ് പോകുന്നതെന്നും നിങ്ങളുടെ എനർജി ഭയത്തിൻ്റെയും താഴ്ന്ന വൈബ്രേഷൻ്റെയും ഒക്കെ ഒരു ലെവലിൽ നിന്നും സ്നേഹത്തിൻ്റെ ഉയർന്ന വൈബ്രേഷനിലേക്ക് മാറിയെന്നും ഇത് കാണിക്കുന്നു. അപ്പം അതുകൊണ്ട് പുറത്തുള്ള മാറ്റങ്ങൾക്കോ DMന്റെ റെസ്പോൺസിനോ വേണ്ടി കാത്തിരിക്കാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നിങ്ങളുടെ DNA കോശങ്ങളും വരെ അതിനനുസരിച്ച് മാറും എന്നതിൻ്റെ ഏറ്റവും വലിയ സയന്റിഫിക് ആൻഡ് സ്പിരിച്വൽ തെളിവാണ് നിങ്ങളുടെ കണ്ണുകളിൽ വിരിയുന്ന ഈ ഒരു നിറം മാറ്റം, പുതിയ വെളിച്ചം എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കണ്ണുകളുടെ നിറമാറ്റമൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക്